ഹായ് എല്ലാവർക്കും നമസ്കാരം. ഒരു മരം എപ്പോഴാണ് ഭൂമിയുടെ ഭാഗമല്ലാതായി മാറുന്നത്? കേൾക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിംഗ് ആയി തോന്നുന്നുണ്ടല്ലേ? പക്ഷേ നിയമത്തിന് ഇതിനെപ്പറ്റി വ്യക്തമായൊരു മറുപടിയുണ്ട്. ഇന്നത്തെ നമ്മുടെ വിശകലനത്തില് നമുക്ക് ആ കൗതുകകരമായ കഥയിലേക്ക് കടക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ കുറച്ച് മരങ്ങൾ വാങ്ങുന്നു എന്ന് വെക്കുക. വളർന്നു നിൽക്കുന്ന മരങ്ങള്. അപ്പൊ നിങ്ങൾ എന്താ ശരിക്കും വാങ്ങിയത്? മരങ്ങൾ തന്നെയല്ലേ? എന്നാൽ നിയമം അങ്ങനെയല്ല അതിനെ കാണുന്നത്. ആ മരങ്ങൾ വെറും മരങ്ങളാണോ അതോ അത് നിൽക്കുന്ന ഭൂമിയുടെ ഒരു ഭാഗം തന്നെയാണോ നിങ്ങൾ വാങ്ങിയത്? ഇവിടെയാണ് കളി മാറുന്നത്. നമ്മുടെ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ കിട്ടുന്ന ഉത്തരമല്ല നിയമം തരുന്നത്. അതിന് നമ്മൾ ഒരു 150 കൊല്ലം പുറകോട്ടു പോകണം. അങ്ങ് ഇംഗ്ലണ്ടിലെ ഒരു പഴയ കോടതി കേസ്. അതാണ് ഈ വിഷയത്തിൽ നമുക്കൊരു വ്യക്തത തരുന്നത്. അപ്പോ എന്തായിരുന്നു ആ കടങ്കഥ? ഒരു മരം വെറും തടിയായി മാറുന്ന ആ ഒരു പോയിന്റ് എവിടെയാണ്? നമുക്ക് ആ കേസിന്റെ ഉള്ളിലോട്ടൊന്ന് ഇറങ്ങിച്ചെല്ലാം. അപ്പോ നമ്മൾ ടൈം ട്രാവൽ ചെയ്തു പോകുന്നത് 1875ലേക്കാണ്. അവിടെ നടന്നൊരു നിയമതർക്കം. പക്ഷെ അതിലെ ഏറ്റവും വലിയ രസെന്താണെന്നറിയാമോ? അന്നവര് കണ്ടെത്തിയ ഒരു നിയമതത്വം അതെന്നും ലോകം മുഴുവനുമുള്ള പ്രോപ്പർട്ടി നിയമങ്ങളെ സ്വാധീനിക്കുന്നുണ്ട്. ശരി, നമുക്ക് നേരെ ആ കരാറിലേക്ക് പോകാം. മാർഷൽ വേഴ്സസ് ഗ്രീൻ. ഈ കേസിന് തീ കൊളുത്തിയ ആ കരാറിൽ എന്തായിരുന്നു അങ്ങനെയുണ്ടായിരുന്നത്? കാരണം എല്ലാ പ്രശ്നവും തുടങ്ങുന്നത് അവിടെ നിന്നാണല്ലോ. നോക്കൂ, കേസിന്റെ ഫാക്ട്സ് വളരെ സിമ്പിളായിരുന്നു. 1. കുറച്ചു മരങ്ങൾ വിൽക്കാൻ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. 2. ഈ മരങ്ങളെല്ലാം ഭൂമിയിൽ വേര് പിടിച്ച് വളർന്നു നിൽക്കുന്നതായിരുന്നു. പക്ഷെ മൂന്നാമത്തെ പോയിന്റാണ് ഏറ്റവും പ്രധാനം. കരാറിൽ കൃത്യമായി പറഞ്ഞിരുന്നു, വാങ്ങുന്നയാൾ ആ മരങ്ങൾ ഉടൻ തന്നെ വെട്ടിമാറ്റണം. ആ ഉടൻ തന്നെ എന്ന വാക്കാണ് ഈ കേസിന്റെ എല്ലാം ഗതി മാറ്റിക്കളഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇതിലെന്നാ ഇത്ര വലിയ കാര്യം? ഒരു സാധാരണ മരം വെട്ടുന്ന കച്ചവടം അല്ലേ? പക്ഷെ നിയമത്തിന്റെ കണ്ണില് അതങ്ങനെയല്ല. ആ സിമ്പിൾ എന്ന് തോന്നുന്ന കച്ചവടത്തിന് പിന്നിൽ വലിയൊരു നിയമ പോരാട്ടം തന്നെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അപ്പോ എന്തായിരുന്നു ആ പോരാട്ടം? അത് ഭൂമിയും സാധനങ്ങളും, അതായത് ലാൻഡും ഗുഡ്സും തമ്മിലുള്ളതായിരുന്നു. വിറ്റത് ഭൂമിയുടെ ഭാഗമാണോ അതോ വെറുമൊരു ചരക്കാണോ? ഈ ഒരൊറ്റ ചോദ്യത്തിലായിരുന്നു കേസ് മുഴുവൻ. ഈ കാണുന്നതാണ് ആ വ്യത്യാസം. എപ്പോഴാണൊരു സാധനം സ്ഥാവര സ്വത്ത് അഥവാ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആകുന്നത്? വാങ്ങുന്ന ആൾക്ക് അതിന്റെ വളർച്ചയിൽ നിന്ന് ഒരു ബെനഫിറ്റ് കിട്ടണമെന്ന് കരുതുമ്പോൾ. ഇനി എപ്പോഴാണത് ജംഗമ സ്വത്ത് അഥവാ മൂവബിൾ പ്രോപ്പർട്ടി ആകുന്നത്? വാങ്ങുന്നയാൾക്ക് ആ പ്രോഡക്റ്റ് മാത്രം മതി, അതിന്റെ വളർച്ചയൊന്നും വിഷയമല്ല. അതായത് ഉടനെ തന്നെ അതിനെ ഭൂമിയിൽ നിന്ന് മാറ്റണം എന്ന ഉദ്ദേശം. അതുകൊണ്ട് തന്നെ കോടതിയുടെ മുന്നിലെ പ്രധാന ചോദ്യം ഇതായിരുന്നു: ഈ മരക്കച്ചവടം ഏത് കാറ്റഗറിയിൽ വരും? മരങ്ങൾക്ക് ഇനിയും വളരാനുള്ള അവകാശം കൊടുക്കുന്ന ഒന്നാണോ ഇത്? അതോ വെട്ടിമാറ്റാനുള്ള തടിയുടെ ഒരു കച്ചവടം മാത്രമാണോ? അപ്പോ ഈയൊരു കോംപ്ലിക്കേറ്റഡ് ചോദ്യത്തിന് കോടതി എന്തു മറുപടി കൊടുത്തു? ആ വിധി കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. നോക്കാം. കോടതി പറഞ്ഞു, ഇത് ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു കച്ചവടമേ അല്ല, ഇതൊരു ചരക്കിന്റെ, അതായത് ഒരു ഗുഡിന്റെ വിൽപ്പനയാണ്. ചിന്തിച്ചു നോക്കൂ, നിലത്ത് വേരുപിടിച്ചു നിൽക്കുന്ന മരങ്ങളെ നിയമം കണ്ടത് വെട്ടിവെച്ച തടിക്കഷ്ണം പോലെയാണ്. വിധിന്യായത്തിലെ ഒരു പ്രധാന ഭാഗമാണിത്. കോടതിയുടെ ലോജിക് സിമ്പിളാണ്. വാങ്ങിയ ആൾക്ക് ആ മരങ്ങൾ അവിടെ നിന്ന് ഇനിയും വളർന്ന് വലുതാകുന്നതിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടാൻ പ്ലാനുണ്ടായിരുന്നോ? ഇല്ല. എങ്കിലത് ഭൂമിയുടെ കച്ചവടമല്ല. അപ്പോ എന്തുകൊണ്ടാണ് കോടതി ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്? എന്തായിരുന്നു അതിന് പിന്നിലെ കാരണം? ഇവിടെയാണ് നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു ഐഡിയ വരുന്നത്: ഉദ്ദേശത്തിന്റെ പരീക്ഷണം, അല്ലെങ്കിൽ ടെസ്റ്റ് ഓഫ് ഇന്റൻഷൻ. ഈ ഐഡിയയുടെ കാതൽ ഇതാണ്. കോടതി നോക്കുന്നത് ആ സാധനം എന്താണ് എന്നല്ല, അതായത് അതൊരു മരമാണോ ചെടിയാണോ എന്നല്ല. പകരം ആ കച്ചവടം ചെയ്ത ആളുകൾക്ക് എന്തായിരുന്നു ഉദ്ദേശ്യം? ഒരു വളരുന്ന മരത്തെ വിൽക്കാനാണോ അതോ വെട്ടാനുള്ള തടിയെ വിൽക്കാനാണോ? ഈ ഉദ്ദേശം കണ്ടെത്താൻ കോടതി 3 സ്റ്റെപ്പുകളാണ് ഉപയോഗിച്ചത്. ഒന്നാമത്, കരാറിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കും. രണ്ടാമത്, ആ സാധനം ഉടൻ തന്നെ ഭൂമിയിൽ നിന്നും മാറ്റണമെന്നുണ്ടോ? മൂന്നാമത്, അതവിടെ നിന്ന് വളരുന്നതുകൊണ്ട് വാങ്ങിയ ആൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? നമ്മുടെ ഈ കേസിൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരം വളരെ ക്ലിയർ ആയിരുന്നു. കരാർ പറയുന്നു, മരങ്ങൾ ഉടനെ വെട്ടണം. അപ്പൊ പിന്നെ അതിന്റെ വളർച്ച കൊണ്ട് വാങ്ങിയ ആൾക്ക് ഒരു കാര്യവുമില്ല. ഇതിൽ നിന്ന് എന്തു മനസ്സിലാക്കാം? അവരുടെ ഉദ്ദേശം തടി വിൽക്കാനായിരുന്നു, അല്ലാതെ ഭൂമിയുടെ ഭാഗമായ മരങ്ങളെ വിൽക്കാനല്ല. അപ്പോ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാല്, ആ കരാർ ഒപ്പിട്ട നിമിഷം തന്നെ ആ മരങ്ങൾ നിയമത്തിന്റെ കണ്ണിൽ ഭൂമിയിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞു. ഫിസിക്കലി അവിടെ നിൽക്കുന്നുണ്ടെങ്കിലും നിയമപരമായി അവ വെറും തടിയായി, ഒരു ചരക്കായി മാറി.
ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതൊക്കെ ഒരു 150 വർഷം മുൻപുള്ള കാര്യമല്ലേ? ഈ പഴയ മരത്തിന്റെ കേസിന് ഇന്നത്തെ കാലത്ത് എന്തു പ്രസക്തിയാണുള്ളത്? അവിടെയാണ് കാര്യം. ഈ ഉദ്ദേശ്യം എന്ന ഐഡിയ ഇന്നും ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഭൂമിക്കടിയിലുള്ള ഖനിജങ്ങളുടെ അവകാശം, അല്ലെങ്കിൽ കൊയ്യാതെ നിൽക്കുന്ന വിളകളുടെ കച്ചവടം. ഇതിലൊക്കെ ഒരു വസ്തു ഭൂമിയുടെ ഭാഗമാണോ അതൊരു സാധനമാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ പഴയ തത്വം വെച്ചാണ്. ആ കച്ചവടത്തിലെ ഉദ്ദേശ്യം എന്തായിരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുമെല്ലാം. ഇനി നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് ചിന്തിച്ചാലോ? നാളത്തെ ലോകത്ത് ഭൂമി എന്നത് ഒരു ഡിജിറ്റൽ സ്പേസും അതിലെ വളർച്ച എന്നത് ഡേറ്റയുമാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു വലിയ ഡേറ്റാബേസിന്റെ അവകാശം ഭൂമിയുടെ അവകാശം പോലെയാണോ? അതോ അതിലെ ഡേറ്റ വെറും ഒരു ചരക്കാണോ? നോക്കൂ, നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഈ കേസ് ഡിജിറ്റൽ കാലത്തെ ഇത്തരം പുതിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുള്ള ഒരു വഴി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്, അല്ലേ?